നമസ്കാരം കുട്ടികളും, സുമർ സാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങൾ നോക്കിയിട്ടില്ലാത്ത ഒരു ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റനൊക്കെ നിങ്ങൾ ഒന്ന് പഠിച്ചോണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എക്സാമിന് എത്തുമ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചുമ്മാ വിടും, നമുക്ക് അറിയത്തില്ല എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന കുറെ ടോപ്പിക്സുകളിൽ നിന്നും ഒരു ക്വസ്റ്റൻ ആണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് നോക്കിയിരുന്നോ, ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ അല്ലാതെ കാണാതെ ഉടനെ ഓടിപ്പോയാലൊന്നും പറ്റത്തില്ല കേട്ടോ. ഇവിടെ ഒരു കാര്യം ചെയ്യേണ്ടത്, ചെയ്യാതെ ഓടിപ്പോയാൽ പിന്നെ തിരിച്ചു വന്ന് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ഇരുന്ന് ക്ലാസ് കാണുക, ബുക്കിലോട്ട് എഴുതുക, എപ്പോഴും നോക്കുക. എക്സാം വരെ നല്ലപോലെ അടിപൊളിയായിട്ട് പഠിച്ചെങ്കിലേ നമ്മുടെ കീം ഒക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മുടെ കേരളത്തിലെ എൻട്രൻസ് ആണ് കീം. അതുപോലും കിട്ടാൻ അത്ര ഈസി അല്ല. അപ്പൊ പിന്നെ അറിയാലോ നാഷണൽ ലെവലിലുള്ള എൻട്രൻസുകളുടെ കാര്യങ്ങൾ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ ഉണ്ട്, ജോയിൻ ചെയ്യാം. ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഉറപ്പായിട്ടും താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ. If the roots of the equation x square minus 4x minus log a to the base 3 equal to 0 are real, അതാണ് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡ് കേട്ടോ. Then the least value of a is dash. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നത്തില്ല. ആദ്യം കൂടെ കണ്ടു ഉടനെ തോന്നുന്നില്ല കേട്ടോ. അല്ല നിങ്ങൾ ആദ്യം കണ്ടു പറയടാ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് പതുക്കെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് വരുമ്പോഴേ ചെയ്യാൻ പറ്റുന്നത്. നമ്മള് പഴയകാലത്ത് 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, the roots are equal then b square minus 4ac equal to 0. ഡിസ്ക്രിമിനന്റ് എന്നൊക്കെ പറയും. b square minus 4ac നമ്മൾ പഠിച്ചില്ലേ, റൂട്ടിനുള്ളിലുള്ള ആ b square minus 4ac equal to 0 എന്നാ. പക്ഷെ ഇവിടെ റിയൽ എന്ന് പറഞ്ഞാൽ b square minus 4ac greater than or equal to 0 എന്നാണ് അതിന്റെ കണ്ടീഷൻ. ഓക്കെ, b square minus 4ac greater than or equal to 0. അപ്പം ഇവിടുത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എയുടെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആണ്. ഇത് റിയൽ കിട്ടണമെങ്കിൽ എക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ എയും ബി സി ഒക്കെ എന്ന് എഴുതാം. ഇവിടെ എ എന്ന് പറഞ്ഞാൽ മോനെ എക്സ് സ്ക്വയറിന്റെ കോഷ്യന്റ്, അത് 1 ആണ്, ശരിയല്ലേ. ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഷ്യന്റ് -4. സി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് മൈനസ് ലോഗ് എ ടു ദ ബേസ് 3. ഓക്കെ, ലോഗ് എ ടു ദ ബേസ് 3 ഇതാണ് നമ്മുടെ സി. അത് ഇവിടെ കൊടുക്കുമ്പോൾ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ -4 the whole square minus 4 into 1 into minus log a to the base 3 equal to കിട്ടി 0. ഓക്കെ ആണല്ലോ. -4 the whole square is 16. ഈ രണ്ട് മൈനസ് ഇവിടെ പ്ലസ് 4 log a to the base 3 equal to 0. കൃത്യമായല്ലോ. ഇതിന്റെ സ്ക്വയർ എടുത്തു, ഈ രണ്ട് മൈനസ് ഇവിടെ പ്ലസ് ആയിട്ടുണ്ട്. 4 into 1 into log a to the base 3 equal to 0. ഇവിടെ നിന്ന് ഇയാളെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ 4 log a to the base 3 equal to +16. അപ്പുറത്ത് ചെല്ലുമ്പോൾ -16 ആതില്ലേ മോനെ. ഇത് നമ്മൾ കട്ട് ചെയ്യാമല്ലോ. 4 കൊണ്ട് 6നെ കട്ട് ചെയ്താൽ 4 വരും. ദാറ്റ് ഈസ് log a to the base 3 equal to എത്ര കിട്ടി? -4. ഓക്കെ, ഇനി നമ്മുടെ ഒരു ലോഗിന്റെ റിസൾട്ട് എല്ലാവരും ഒന്ന് കണ്ടോണേ. log p to the base q is equal to r എന്ന് കണ്ടു. ഞാൻ പി ക്യു ആർ യൂസ് ചെയ്ത്, എ ബി സി ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഓൾറെഡി എ ഒക്കെ ഉള്ളതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. അപ്പൊ ലോഗ് പി ടു ദ ബേസ് ക്യൂ ഈസ് ഈക്വൽ ആർ എന്ന് കണ്ടാൽ ഈ ലോഗിനെ ഇല്ലാതെ എഴുതണമെങ്കിൽ ദിസ് പി ഈക്വൽ ടു എന്ന് എഴുതണം. എന്നിട്ട് ഈ ക്യൂവിനെ അങ്ങോട്ട് എന്നിട്ട് ക്യൂ റേസ് ടു ആർ. ഇങ്ങനെയാണ് ലോഗിനെ നമ്മൾ ഒഴിവാക്കുന്ന പരിപാടി. ഇവിടെ പിയുടെ സ്ഥാനത്ത് എ ആ, ക്യൂവിന്റെ സ്ഥാനത്ത് 3 ആ, ആറിന്റെ സ്ഥാനത്ത് -4 ആ. ഓക്കെ, അങ്ങനെ വരുമ്പോ പി ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ ആർ ഈക്വൽ ടു എന്ന് എഴുതും. ഈസ് ഈക്വൽ ടു ക്യൂ റേസ് ടു ആർ. അപ്പൊ ഇവിടെ എത്രയാണ്? 3 റേസ് ടു -4. ദാറ്റ് ഈസ് എ. ഇവിടെ എന്താ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് വരേണ്ടത് കേട്ടോ. ഞാൻ ഈക്വലിറ്റിക്ക് പോകുന്നേ ഉള്ളൂ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇട്ട് വരണം, അതായിരിക്കും കൃത്യമായിട്ടുള്ളത്. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, പേർ എ ഗ്രേറ്റർ ദാൻ 3 റേസ് ടു -4. ദാറ്റ് ഈസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/3 റേസ് ടു 4. അറിയാമല്ലോ, പവറിന്റെ സൈൻ മൈനസ് ആ, അതിനെ നമുക്ക് കളയണമെങ്കിൽ റെസിപ്രോക്കലായി 1/3 റേസ് ടു 4 എടുത്താൽ മതി. ദാറ്റ് ഈസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/3 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 1/81. ഓക്കെ, 1/81. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/81 എന്ന് പറയാം. എയുടെ വാല്യൂ 1/81 അതിനപ്പുറത്തോട്ടോ ആണെന്ന് അർത്ഥം. 1/81 അതിന്റെ അപ്പുറത്ത്. അപ്പൊ ഏറ്റവും ചെറിയ വാല്യൂ എത്ര ആയിരിക്കും മോനെ? ഇപ്പൊ നമ്മുടെ ജയിക്കാനുള്ളത് 18 അതിന് മേളിലോട്ടോ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ എത്ര വേണം? 18 അല്ലേ? അതേപോലെ എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/81 എന്ന് പറഞ്ഞാൽ 1/81 അതിന് മുകളിലോട്ടോ. അപ്പൊ ഏറ്റവും ചെറിയ വാല്യൂ എത്ര? 1/81. ഓക്കെ,
അപ്പൊ ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പൊ ദ ലീസ്റ്റ് വാല്യൂ ഓഫ് എ ഈസ് എത്രയാണ്? 1/81. കൃത്യമാണല്ലോ, കൊള്ളാമല്ലോ അല്ലേ? നല്ല ക്വസ്റ്റനൊക്കെയാണ് അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഇതൊക്കെയാണ് എൻട്രൻസ് ക്വസ്റ്റ്യൻസ്. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.